വാട്ട്സ്ആപ്പ് ഗൈസ്, സ്ട്രേഞ്ചർ ഹിയർ. ഇന്നത്തെ വീഡിയോ നമ്മുടെ കാറുകളിലെ ക്യാബിൻ എയർ ഫിൽറ്റർ അഥവാ പോളൻ ഫിൽറ്റർ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ക്യാബിൻ ഫിൽറ്റർ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കേൾക്കുക. ക്യാബിൻ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കാറുകളിലെ ക്യാബിനിലേക്ക് വരുന്ന എയറിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ എയറിലുള്ള അലർജൻസ്, ഡസ്റ്റ് അതുപോലുള്ളവയൊക്കെ ഫിൽറ്റർ ചെയ്ത് ഫ്രഷ് ക്ലീൻ എയർ നമ്മുടെ ക്യാബിനിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് ക്യാബിൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മളിത് കറക്റ്റ് ടൈമിൽ റീപ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് AC സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനെ മാത്രമല്ല നമ്മുടെ ഹെൽത്തിനെയും നല്ലതുപോലെ ബാധിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ബിഗിൻ. ക്യാബിൻ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ സാധാരണ മിക്ക വണ്ടികളിലും ഗ്ലൗ ബോക്സിൻ്റെ പിറകിലാണ്. സോ ആദ്യം നമുക്ക് ഗ്ലൗ ബോക്സ് ഇറക്കി മാറ്റണം. ഗ്ലൗ ബോക്സിൻ്റെ ലോക്ക് ഓരോ വണ്ടിയിലും ഓരോ രീതിയിലായിരിക്കും. സോ നിങ്ങളുടെ വണ്ടിയിലെ ഗ്ലൗ ബോക്സ് എങ്ങനെ അഴിക്കാമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. പലപ്പോഴും ഇത് ഓണേഴ്സ് മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെ അല്ല എങ്കിൽ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. നമുക്കിനി ഗ്ലൗ ബോക്സ് അഴിക്കാം. ഇവിടെ നമ്മുടെ കേസിൽ പ്രസ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ലോക്കാണ് ഗ്ലൗ ബോക്സിന്. സോ ഇത് അഴിക്കാൻ വളരെ എളുപ്പമാണ്. ലോക്ക് രണ്ടും ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ഗ്ലൗ ബോക്സ് ഇളക്കിയെടുക്കാം. ഇവിടെ കാണുന്ന വയറിംഗ് ഒന്നും കണ്ട് പേടിക്കേണ്ട, ആമ്പിൻ്റെ വയറിംഗ് ആണ്, ബട്ട് കണക്റ്റഡ് അല്ല. ഈ കാണുന്നതാണ് ക്യാബിൻ എയർ ഫിൽറ്ററിൻ്റെ കവർ. ഇത് അഴിക്കുന്നത് ഓരോ വണ്ടിയിലും ഓരോ രീതിയിലാണ്. നമ്മുടെ കേസിൽ ടാപ്പ് ടൈപ്പാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാബിൻ ഫിൽറ്റർ. ഓരോ 10K കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴും ഇത് റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ കണ്ടില്ലേ, ഇതിപ്പോൾ 10 ആയില്ല, 7 കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പുതിയ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫിൽറ്ററുടെ കേസിൽ എപ്പോഴും ജെന്യുവൻ ഫിൽറ്റർ തന്നെ വാങ്ങിയിടണം എന്നൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ആഫ്റ്റർ മാർക്കറ്റ് ബ്രാൻഡഡ് ഫിൽറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ജെന്യുവൻ ഫിൽറ്റേഴ്സ് തന്നെ വാങ്ങണം എന്നൊന്നുമില്ല. ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പായി ഞാനിത് പഴയ ഫിൽറ്ററുമായി ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. ഇത്രയും ക്ലോഗ്ഡ് ആയ ഒരു ഫിൽറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ AC സിസ്റ്റത്തിന് ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും നമ്മുടെ ക്യാബിൻ തണുപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്കും പലതരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പായി ഫിൽറ്ററിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എയറിൻ്റെ ഫ്ലോ ഡയറക്ഷൻ നോക്കണം. ആ ഡയറക്ഷൻ അനുസരിച്ച് വേണം ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമ്മുടെ കേസിൽ ബ്ലോവർ താഴെയാണ് ഇരിക്കുന്നത്. സോ എയറിൻ്റെ ഫ്ലോ താഴെ നിന്ന് മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഫിൽറ്റർ അതിനനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ക്യാപ്പ് അടയ്ക്കാം. നമുക്കിനി ബാക്കിയുള്ളത് നമ്മുടെ ഗ്ലൗ ബോക്സ് റീഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കതും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് ഒരു ക്യാബിൻ എയർ ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ്. നിങ്ങളുടെ വണ്ടിയുടെ ഫിൽറ്റർ എന്നാണ് മാറിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ മോശമാണെങ്കിൽ ഉടനെ തന്നെ മാറുക. Hope you guys enjoyed this video. If so, give this video a thumbs up, and if you are not a subscriber, consider subscribing.